വയനാട് ദുരിതബാധിതരുടെ വയറ്റത്തടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വൻ ദുരിതം അനുഭവിച്ച മനുഷ്യരോട് കാണിക്കുന്ന രണ്ടാം നീതി നടപ്പില്ലെന്ന് കോടതി വിമർശിച്ചു. കേരളത്തോട് കാലാകാലങ്ങളായി കാണിച്ചു വരുന്ന മറ്റ് അവഗണനകൾ പോലെയല്ല വയനാട് ദുരന്തബാധിതരുടെ കാര്യത്തിൽ കാണിക്കുന്ന മുട്ടാമ്പോക്ക്. അവരുടെ വായ്പ എഴുതി തള്ളാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എത്രയും വേഗം ചെയ്തു തീർത്തു തരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും കേട്ട ഭാവമില്ലാതെയാണ് മോദി കേന്ദ്രത്തിൽ വിലസുന്നത്. അതിനെതിരെ ഗതികെട്ടാണ് സംസ്ഥാന സർക്കാർ ഒടുവിൽ കോടതിയെ സമീപിച്ചത്. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നു. ജീവനോപാധി എന്നേക്കുമായി നഷ്ടമായവരാണെന്നും ഈ സാഹചര്യത്തെ കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. വയനാട് ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി ഉന്നയിക്കപ്പെട്ടിരുന്ന വിഷയമാണ്. ഇത് എഴുതിത്തള്ളണമെന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ദുരന്തബാധിതരുടെ വായ്പയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മൊറട്ടോറിയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടം എഴുതിത്തള്ളണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കണം. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാനാകുമെന്ന് കോടതി നേരത്തെ കേന്ദ്രത്തോട് ആരാഞ്ഞു. ബാങ്കുകളെ ഇതിനുവേണ്ടി നിർബന്ധിക്കാനാകില്ല എന്നും അത് അവര് കൈക്കൊള്ളേണ്ട നടപടി മാത്രമാണ് എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരം. കോവിഡ് കാലത്ത് MSMEകൾ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അത് നിരാകരിച്ച കാര്യം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇത് കോവിഡ് കാലവുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് കോടതി പറഞ്ഞത്. കോവിഡ് കാലത്ത് തൽക്കാലത്തേക്ക് വരുമാനം നിലച്ചുവെന്നേ പറയാനാവൂ. എന്നാൽ വയനാട് ദുരന്തബാധിതരുടെ കാര്യം അങ്ങനെയല്ല. എന്നേക്കുമായി അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതാണ്. അതിനാൽ അവരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 12 ബാങ്കുകളിൽ നിന്നായി 320 കോടിയോളം രൂപയുടെ വായ്പകളാണുള്ളത്. ഇതിൽ കേരള ബാങ്കിന്റെ കടം എഴുതിത്തള്ളിയിരുന്നു. ഇക്കാര്യം കോടതി എടുത്തു പറയുകയും ചെയ്തു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിഷയം പരിശോധിക്കാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചെങ്കിലും ഇതുവരെയും നടപടിയില്ല. ഇത്രയേറെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കാലമായിട്ടും വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് ഒരു നാടിന്റെ തന്നെ ഒരു ഹൃദയ ഭാഗമായിട്ടും സംസ്ഥാന സർക്കാർ വായ്പയിൽ ഇളവ് നൽകിയും വായ്പ എഴുതിത്തള്ളിയും ജനങ്ങൾക്ക് ഈ തീരാ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള സകല വഴികളും തുറന്നു കൊടുക്കുമ്പോൾ ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നെറികേടാണെന്ന് പറയാതെ വയ്യ. മറ്റ് സാഹചര്യങ്ങൾ പോലെയല്ല ഒരു പ്രകൃതി ദുരന്തത്തിൽ പലർക്കും നഷ്ടമായത് കൂടെ ഉണ്ടായിരുന്ന കുടുംബത്തെ മുഴുവനുമാണ്. ഇനി വേറിട്ടുപോയ ജീവിതത്തിൽ നിന്ന് വേരു പിടിപ്പിച്ച് പച്ചയിട്ട് തളർത്തു വരാൻ കുറച്ചു കാലവും പരിഗണനയും ഒന്നും പോരാ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്. ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇത്ര കണ്ട് അനീതി വയനാട്ടിലെ ദുരന്ത ബാധിതരോട് കാണിക്കുമ്പോഴും അവിടുത്തെ MP ആയിരുന്നു കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതെ വായും പൂട്ടിയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും കൂടെ കൂട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും കാര്യം. നാണമില്ലല്ലോ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഇതുപോലെയുള്ള മരപ്പാഴുകളെയൊക്കെ ചുമക്കാൻ എന്ന് ചോദിക്കാതെ തരമില്ല.